വീടിന്റെ സമീപത്തേക്ക് ഇപ്പോൾ നവമി ദിനേശ് അല്പസമയത്തിനകം എത്തും. പക്ഷേ അവിടെ എത്തിയ സിദ്ദീഖുമായി ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല എന്ന പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അദ്ദേഹത്തിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2016 ഈ കേസിനാസ്പദമായ സംഭവം ഉണ്ടാകുന്നത്. അതങ്ങനെ യുവനടി അത് വെളിപ്പെടുത്തുകയായിരുന്നു. ഭാരതീയ ന്യായ സംഹിതയിലെ 376, 506 വകുപ്പുകൾ ചേർത്താണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ആരോപണം ഉയർന്നതിനെ തുടർന്ന് അമ്മ സംഘടനയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം സിദ്ദീഖ് രാജിവെച്ചതുകൂടി ഇതിനോട് ചേർത്ത് വെക്കണം. പല സുഹൃത്തുക്കളിൽ നിന്നും സിദ്ദീഖിൽ നിന്ന് ഇതേ അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് എന്ന് നടി ആരോപിച്ചിരുന്നു. +2 കഴിഞ്ഞ സമയത്താണ് സമൂഹ മാധ്യമം വഴി ബന്ധപ്പെട്ടത്. പിന്നീട് ഒരു സിനിമയുടെ പ്രിവ്യൂ ഷോ കഴിഞ്ഞ് മസ്കറ്റ് ഹോട്ടലിൽ ചർച്ചയ്ക്ക് വിളിച്ചു. അവിടെ ചെന്നപ്പോൾ പൂട്ടിയിട്ട് ലൈംഗികമായി ഉപദ്രവിച്ചതായാണ് നടി പരാതിപ്പെട്ടിരിക്കുന്നത്. 2019 തന്നെ ഇക്കാര്യം തുറന്നു പറഞ്ഞിരുന്നു. സിനിമയിൽ നിന്ന് മാറ്റി നിർത്തിയതിനാൽ ഇപ്പോൾ ഒന്നും നഷ്ടപ്പെടാനില്ല എന്നും നടി പറയുന്നുണ്ട്. 376 വകുപ്പ് അനുസരിച്ച് 10 വർഷത്തിൽ കുറയാത്തതും ജീവപര്യന്തം വരെ തടവും ലഭിക്കാവുന്ന വകുപ്പാണ്. 506 അനുസരിച്ച് ഭീഷണിപ്പെടുത്തലിന് 2 വർഷം മുൻപ് തടവോ പിഴയോ രണ്ടും കൂടി ശിക്ഷയോ ലഭിച്ചേക്കാം. ശ്രീ സുഭാഷ് ബാബു കൂടി ടെലിഫോൺ ലൈനിലുണ്ട്. സുഭാഷ് ബാബു, ഇപ്പോൾ ഈ മുൻകൂർ ജാമ്യം അപേക്ഷ തള്ളുക എന്ന് പറഞ്ഞാൽ ഈ മൊഴി കോടതി വിശ്വാസത്തിലെടുത്തിരിക്കുന്നു. കോടതി പറയുന്നത് ഈ യുവനടിയുടെ മൊഴി അവിശ്വസിക്കേണ്ട കാര്യമില്ല. ഒപ്പം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് ഈ നടി വെളിപ്പെടുത്തിയത്. അതുകൊണ്ട് ഇക്കാര്യത്തിന് കുറച്ചൊരു ഗൗരവമുണ്ട് എന്നും കോടതി പറയുമ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? സിദ്ദീഖിനടക്കമുള്ളവർക്ക് കുരുക്കുമുറുകുകയാണോ? ജാമ്യം എന്ന് പറയുന്നത് കൊടുക്കാതിരിക്കുക, അത് കോടതിയെ സംബന്ധിച്ചിടത്തോളം പ്രാഥമികമായിട്ട് ഉള്ള തെളിവിന്റെ അടിസ്ഥാനത്തിൽ കോടതിയുടെ ഒരു ജഡ്ജിന്റെ ഒരു അസസ്മെന്റ് ആണ് ജാമ്യം കൊടുക്കാതിരിക്കുക എന്നുള്ളത്. ചിലപ്പോൾ കൊടുക്കും, ചിലപ്പോൾ കൊടുക്കാതിരിക്കും. അത് കൊടുക്കാതിരിക്കുന്നതിന് റീസണിങ് കാണും, കൊടുക്കുന്നതിന് റീസണിങ് കാണും. അത് നമുക്ക് എല്ലാ രീതിയിലും അത് ന്യായീകരിക്കാനൊന്നും പറ്റില്ല. എന്തായാലും ശരി, ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ആ കേസില് പ്രാഥമികമായിട്ടുള്ള തെളിവ് വിശകലനം ചെയ്യുന്ന അവസരത്തിൽ അത് വിശ്വസനീയമാണ് എന്ന് കോടതിക്ക് തോന്നുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ താൽക്കാലികമായിട്ട് അതിന്റെ ആന്റിസിപ്പേറ്ററി ബെയിൽ റിജക്ട് ചെയ്യുന്നത്. അപ്പൊ അതിനനുസരിച്ച് അദ്ദേഹത്തിന് മേൽക്കോടതിയെ സമീപിക്കാം. അവിടെ പോകുമ്പോൾ ചിലപ്പോൾ കിട്ടും, കിട്ടാതിരിക്കാം. എന്തായാലും ശരി, ഇത്രയും കാലതാമസം വന്നു വരുന്ന ഒരു പരാതി ഏത് സാഹചര്യത്തിലായാലും കൊടുക്കുമ്പോൾ അതിനെ സംബന്ധിച്ചുള്ള അത് സംശയത്തിന്റെ ആനുകൂല്യത്തിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അതിന് ആ സമയത്ത് മറ്റാരെങ്കിലും ഇത് ബോധ്യപ്പെട്ടു തെളിവെടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ വിശ്വസനീയമെന്നുള്ള രീതിയിൽ സാധാരണഗതി വരുള്ളൂ. താൽക്കാലികമായിട്ട് കോടതി ആ തെളിവ് മാത്രം കണക്കിലെടുത്തുകൊണ്ട് പിന്നെ ഇത്രയും അതിനിടയ്ക്ക് ഇതിനെ സംബന്ധിച്ച് അവരെന്ത് ബന്ധപ്പെടുകയും മറ്റൊക്കെ ചെയ്തെന്ന് പറയാം. അതിനകത്ത് ന്യായവും അന്യായമായ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമുക്ക് ഈ ബെയിൽ സമയത്ത് നോക്കാറില്ല, ട്രയൽ സമയത്തിലെ നോക്കാറുള്ള. എന്നാലും പ്രാഥമികമായിട്ട് കോടതി എങ്ങനെ തീരുമാനിച്ചതിന് അനുകൂലമായിട്ടുള്ള എല്ലാവർക്കും പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അദ്ദേഹത്തിന് മറ്റ് രീതിയിൽ മേൽക്കോടതിയിൽ പോവുക, അതല്ലെങ്കിലും കോടതിയിൽ ഹാജരായതിനു ശേഷം ജാമ്യം ചോദിക്കുക. അപ്പൊ കോടതിയിൽ ഹാജരായ ചിലപ്പോൾ ജാമ്യം കിട്ടാൻ സാധ്യതയുണ്ട്. എന്നാലും ഇത് ബെയില് റിജക്ട് ചെയ്തു എന്ന് പറയുന്നത് അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള കുറച്ച് സങ്കീർണമായ സാഹചര്യമാണ്. അതിനെയൊക്കെ നേരിടാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകുമെന്നാണ് എന്റെ അഭിപ്രായം. അല്ല, ഈ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഇനിയിപ്പം ഈ ജാമ്യം തള്ളിയ സ്ഥിതിക്ക് നമുക്കറിയാം മസ്കറ്റ് ഹോട്ടലടക്കം നേരെ തെളിവെടുപ്പ് നടത്തിയിരുന്നു. ചില കാര്യങ്ങൾ അവർക്ക് വ്യക്തത വന്നിട്ടുണ്ട്. കോടതിയുടെ ഇപ്പോഴത്തെ ഒരു നിലപാട് കൂടിയുണ്ട്. അപ്പോൾ അറസ്റ്റ് എന്ന സാഹചര്യത്തിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങുമോ? അറസ്റ്റ് ആന്റിസിപ്പേറ്ററി ബെയിലിന് പോകുന്ന അവസരത്തിൽ അറസ്റ്റ് അനിവാര്യമാണോ എന്ന് ചോദിച്ചാൽ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ വിവേചനാധികാരത്തിൽപ്പെട്ടതാണ്. വേണമെന്ന് അതേ ആ അന്വേഷണ ഉദ്യോഗസ്ഥനെ സാഹചര്യം അനുസരിച്ചിട്ട് കേസിന്റെ മറ്റ് സാങ്കേതിക പ്രശ്നങ്ങളും കൂടെ കണക്കിലെടുത്തതിന് ശേഷം അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്താൽ മാത്രമേ ഈ തെളിവ് ശേഖരണത്തിനോ അല്ലെങ്കിൽ തെളിവ് നശിപ്പിക്കൽ തടയുന്നതിനെ സംബന്ധിച്ചിട്ടോ കൂടുതൽ തെളിവ് ശേഖരണത്തിന് സാഹചര്യം സൃഷ്ടിക്കാനും മറ്റ് പുറംതിരിഞ്ഞു നിൽക്കുന്ന സാക്ഷികളൊക്കെ ധൈര്യത്തോടുകൂടി പോലീസിലേക്ക് വന്ന് മൊഴി കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അറസ്റ്റ് രേഖപ്പെടുത്തും. അത് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ പ്രോറോഗേറ്റീവാണ്. അദ്ദേഹം തീരുമാനിക്കണം. അത് കോടതി ഇത് പറഞ്ഞു എന്ന് വിചാരിച്ച് അറസ്റ്റ് ചെയ്യണമെന്നൊന്നുമില്ല. എന്തായാലും ശരി, അറസ്റ്റിനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അറസ്റ്റിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി, നന്ദി ശ്രീ സുഭാഷ് ബാബു ഈ വിഷയത്തിൽ താങ്കളുടെ പ്രതികരണത്തിൽ. ഏതായാലും സിദ്ദീഖുമായി ഡാനി നവമി അല്പസമയത്തിനകം ചേരും. പക്ഷെ അപ്പോൾ സിദ്ദീഖുമായി സംസാരിക്കാൻ സാധിച്ചിട്ടുണ്ടോ? സാധാരണ മാധ്യമപ്രവർത്തകരോടൊക്കെ വളരെ അടുപ്പം സൂക്ഷിക്കുകയും അവരുടെ ഫോൺ കോളുകൾ അറ്റൻഡ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ആളാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹവുമായി സംസാരിക്കാൻ സാധിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും വിവരമുണ്ടോ? അദ്ദേഹം കൊച്ചിയിൽ തന്നെ ഉണ്ടോ?
രഞ്ജിത്ത്, നിലവിൽ സിദ്ദിഖുമായി ബന്ധപ്പെടാൻ തന്നെ ആർക്കും സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് അറിയുന്നത്. നമുക്കും അദ്ദേഹം സാധാരണഗതിയിൽ ഫോൺ ചെയ്യുമ്പോൾ അതിന് കൃത്യമായ രീതിയിലുള്ള ഒരു മറുപടി നൽകുക, കൃത്യമായ രീതിയിൽ അത് വിശദീകരിക്കുന്ന ഒരാൾ തന്നെയായിരുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലേക്ക് വിവാദങ്ങളിലേക്ക് പെടുന്നതിന് മുമ്പ്, പ്രത്യേകിച്ച് അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കെല്ലാം തന്നെ അദ്ദേഹം എത്തുമ്പോഴെല്ലാം ഇക്കാര്യങ്ങളിൽ പലപ്പോഴും മാധ്യമപ്രവർത്തകർ എന്തെങ്കിലും തന്നെ നേരിട്ട് വിളിക്കാമെന്നെല്ലാം തന്നെ പറയുന്ന ഒരാൾ തന്നെയായിരുന്നു. പലപ്പോഴും അത്തരം കാര്യങ്ങൾ വിശദീകരണം നൽകിയിരുന്നു. പക്ഷേ ഈ പരാതി ഉയർന്നിരിക്കുന്നു, പിന്നെ അതിൻ്റെ സങ്കീർണതകളിലേക്ക് കൂടുതൽ കടക്കുന്നു. അതിനുശേഷം കാര്യമാത്ര പ്രസക്തമായ വലിയ രീതിയിലുള്ള പ്രതികരണങ്ങളൊന്നും തന്നെ ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ പ്രത്യേകിച്ചും അദ്ദേഹത്തെ ആ ഫോണിൽ നമുക്ക് അവൈലബിൾ ആകുന്നില്ല എന്ന് തന്നെയാണ്. വൈകാതെ ആ പ്രതികരണം എന്തെങ്കിലും ഇതിൻ്റെ കൃത്യമായ രീതിയിലുള്ള ഒരു പ്രതികരണം ലഭിച്ചേക്കും. ഒരുപക്ഷെ മേൽക്കോടതിയെ സമീപിക്കുമോ അത്തരം നീക്കങ്ങൾ ഏതെങ്കിലും രീതിയിൽ നടത്തുന്നുണ്ടെങ്കിൽ കൂടിയും അത് വ്യക്തമാക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ ആ രീതിയിലുള്ളൊരു പ്രതികരണങ്ങളൊന്നും ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ്. കാരണം ഇതിൽ വളരെ സങ്കീർണതകളിലേക്കാണ് ഈ കേസ് ചെന്നിരിക്കുന്നത് സിദ്ദിഖിനെ സംബന്ധിച്ചിടത്തോളം. കാരണം വലിയ ആക്ഷേപങ്ങൾ, പ്രത്യേകിച്ച് ഈ പരാതിയെ സംബന്ധിച്ച് അദ്ദേഹം നിരത്തിയ വാദമുഖങ്ങളുണ്ടായിരുന്നു. 3 വർഷങ്ങൾക്ക് മുൻപ് ഇത് വന്നിരിക്കുന്ന ഒരു പരാതിയാണ്. അന്ന് ബലാത്സംഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആരോപണങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉയർത്തിയിരുന്നില്ല. അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഉയർത്തി ഇത് ഒരു ഗൂഢലക്ഷ്യത്തോടു കൂടിയുള്ളതാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം സമർത്ഥിക്കുകയും ചെയ്തിരുന്നു. കോടതിക്ക് മുൻപാകെ ഇതാണ് പ്രധാനമായിട്ട് തന്നെ ഉന്നയിക്കുകയും എല്ലാം തന്നെ ചെയ്തത്. പക്ഷെ അത്തരം വാദമുഖങ്ങൾ നിലനിൽക്കുന്നതല്ല എന്ന് കോടതി തന്നെ കണ്ടെത്തിയിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അതായത് നിലവിൽ ഇതുവരെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒന്നും തന്നെയും കോടതി പരിഗണിച്ചിട്ടില്ല എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ച കാര്യങ്ങളെല്ലാം തന്നെ ഈ പരാതി അത് വ്യാജമാണ് എന്ന് തന്നെയാണ്. നേരത്തെ വന്നിരുന്നപ്പോൾ അതിൻ്റെ ഒരു കണ്ടന്റ് ഇതായിരുന്നില്ല എന്നതടക്കമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരുന്നത്. പക്ഷേ അത് കാര്യമായി വിലപ്പോയിട്ടില്ല. കോടതിക്ക് മുൻപാകെ കാര്യമായിട്ട് അത്തരം കാര്യങ്ങളിലേക്ക് കോടതി എത്തിയിട്ടില്ല എന്ന് തന്നെയാണ്. അതുകൊണ്ട് ഇപ്പോൾ മുൻകൂർ ജാമ്യ ഹർജി തള്ളിയത് അദ്ദേഹത്തിന് കനത്ത തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. അതുമാത്രവുമല്ല, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സംബന്ധിയായി ഉയർന്ന ആക്ഷേപങ്ങളിൽ പലരും തന്നെ ഇതിൽ മുൻകൂർ ജാമ്യം നേടുമ്പോൾ തന്നെയും ഉപാധികളോടുകൂടിയാണെങ്കിൽ കൂടിയും പലരും തന്നെ മുൻകൂർ ജാമ്യം നേടിയിരുന്നു. പക്ഷേ ഇത് സിദ്ദിഖിന് വലിയ തിരിച്ചടി, ഒരു കേസിൽ വലിയ തിരിച്ചടി തന്നെ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു എന്നതാണ് ഇതിൽ പ്രധാനം. രഞ്ജിത്ത്, നമുക്കറിയാം ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് അതിനുശേഷം ഉണ്ടായ നിരവധി സംഭവങ്ങൾ. പ്രത്യേക സംഘത്തെ രൂപീകരിക്കുന്നു, അവർ ഈ കേസുകൾ പഠിക്കുന്നു, വിവിധ സംഘങ്ങളായി തിരിഞ്ഞ് ഈ മൊഴി രേഖപ്പെടുത്താൻ, ഈ മൊഴി നൽകിയ നടന്മാരെ സമീപിക്കാൻ ഒരുങ്ങുന്നു. അത് 20ഓളം മൊഴികൾ അതീവ നിർണായകമാണ് എന്ന വിവരം കൂടി നമുക്ക് മാധ്യമങ്ങൾക്കടക്കം പുറത്ത് ലഭിക്കുന്ന പശ്ചാത്തലമുണ്ട്. അവരെ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നു. അത് 10 ദിവസത്തിനകമൊക്കെ ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുമെന്നാണ് ലഭ്യമാകുന്ന വിവരം. അങ്ങനെ ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് സജീവമായി തന്നെ പ്രത്യേക സംഘത്തിന്റെ നീക്കങ്ങൾ മുന്നോട്ട് പോകുമ്പോഴാണ് ഇവിടെ ഈ നടന്മാർക്കെതിരെയുള്ള നിരവധി കേസുകൾ, നിരവധി ആരോപണങ്ങൾ കൂടി അതല്ലാതെ തന്നെ വന്നിരിക്കുന്നത്. ഇതൊക്കെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്ന പരാമർശത്തിനപ്പുറമുള്ള ചില മൊഴികൾ കൂടി ഉണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. പ്രത്യേക സംഘമാണ്. ഡാനി, നമുക്കറിയാം ഇന്നിപ്പോൾ മുകേഷ് അവിടെ ചോദ്യം ചെയ്യലിന് വിധേയനാവുകയാണ്. മുകേഷിൽ നിന്നും അന്വേഷണ സംഘം ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ മുകേഷിനറിയാം, നമുക്കറിയാം ജാമ്യം ലഭിച്ച പശ്ചാത്തലമുണ്ട്, സർക്കാരിന്റെ അപ്പീൽ പോകാതെ ഇരുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. അങ്ങനെ വ്യത്യസ്തമായ നിരവധി ആരോപണങ്ങൾ, നിരവധി പരാതികൾക്ക് മേലാണ് ഇപ്പോൾ അന്വേഷണങ്ങൾ പുരോഗമിക്കുന്നത്. സിദ്ദിഖിന്റെ കേസിൽ കുറച്ചുകൂടി കാര്യങ്ങൾ ഗൗരവമുള്ളതാണെന്ന് തോന്നുന്നു മറ്റു നടന്മാരെ അപേക്ഷിച്ച്. അങ്ങനെയും കരുതാം. കാരണം വ്യക്തമായ തെളിവുകൾ ഇതിനകം അന്വേഷണ സംഘത്തിൽ ലഭിച്ചിട്ടുണ്ട് എന്നുള്ള സൂചനകൾ കൂടിയാണ് പുറത്തു വരുന്നത്. അങ്ങനെ തന്നെയാണ് രഞ്ജിത്ത്. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ചുകൂടി കാമ്പുള്ള രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ വന്നിരിക്കുന്നത് എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് തിരുവനന്തപുരം മ്യൂസിയം പോലീസാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്നതും പിന്നീട് അന്വേഷണ സംഘത്തിന് പരാതി കൈമാറുകയും ചെയ്യുന്നത്. അതിൽ കൂടുതൽ കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ നടി പറയുന്ന ദിവസങ്ങൾ വളരെ കൃത്യമായിരുന്നു. ഈ ദിവസങ്ങളിൽ ഹോട്ടൽ അവിടെ മുറിയെടുത്തിരുന്നു, അത്തരം കാര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു സാഹചര്യപരമായ കാര്യങ്ങൾ, അത്തരം കാര്യങ്ങളെല്ലാം തന്നെ വളരെ കൃത്യമാണ് എന്ന് അന്വേഷണ സംഘത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ കോടതി അത്തരം കാര്യങ്ങളിൽ വളരെ കൃത്യമായൊരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് അറിയുന്നത്. അന്വേഷണ സംഘവും ഇത്തരം തങ്ങളുടെ ഈ ദിവസങ്ങളിലായി നടത്തിയ പരിശോധനകളിൽ വ്യക്തമായ കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ അവരുടെ പരാതിയുമായി ബന്ധപ്പെട്ട ഉയർന്നതിൽ ഏറ്റവും പ്രധാനം ഈ ദിവസങ്ങൾ തന്നെയായിരുന്നു. അത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ വിശദാംശങ്ങളെല്ലാം കോടതിക്ക് മുൻപാകെ സമർപ്പിച്ചിട്ടുണ്ട്. ആ വിശദാംശങ്ങൾ പരിശോധിച്ച ശേഷമാണ് കോടതി മുൻകൂർ ജാമ്യത്തിലേക്കടക്കം എത്തിയിരിക്കുന്നത്. അതിലൊരു തീരുമാനവുമായിട്ട് ഈ മുൻകൂർ ജാമ്യം അതിൽ തീർപ്പാക്കുന്നതാണ്. രഞ്ജിത്ത്.